ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 28. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. എന്നാൽ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ദൈവത്തിന് പ്രസാദമായല്ല അവൻ പ്രവർത്തിച്ചത്. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠമുണ്ടാക്കി. അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം അർപ്പിക്കുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞ ജാതികളുടെ മേച്ഛാചാരപ്രകാരം തൻ്റെ പുത്രനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. അവൻ പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചവൃക്ഷത്തിൻ കീഴിലും ബലി കഴിച്ചും ധൂപം വച്ചും പോന്നു. ആകയാൽ അവൻ്റെ ദൈവമായ കർത്താവ് അവനെ അരാം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവനെ തോൽപ്പിച്ചു. അവരിൽ അസംഖ്യം പേരെ പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിക്കപ്പെട്ടു. അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുമൂലം രമല്യയുടെ മകനായ പെക്കഹ് യഹൂദയിൽ 120,000 പേരെ ഒറ്റ ദിവസം സംഹരിച്ചു. അവരെല്ലാവരും വീരന്മാരായിരുന്നു. എഫ്രൈമ്യ വീരനായ സിക്രി രാജകുമാരനായ മയശേയായെയും രാജധാനി വിചാരകനായ അസ്രീക്കാബിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കാനയെയും കൊന്നുകളഞ്ഞു. ഇസ്രായേല്യർ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 2,00,000 പേരെ പിടിച്ചു കൊണ്ടുപോയി. വളരെ കൊള്ളയും ശമര്യയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഓദേദ് എന്നു പേരുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ശമര്യയിലേക്ക് വന്ന സൈന്യത്തിന് നേരെ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യഹൂദയോട് കോപിച്ചിരിക്കുകകൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ അവരെ ദയ കൂടാതെ സംഹരിച്ചിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങൾ യഹൂദ്യരെയും യെരൂശലേമിലെയും ദാസീദാസന്മാരായി കീഴടക്കുവാൻ ഭാവിക്കുന്നു. നിങ്ങളിലും നിങ്ങളുടെ ദൈവമായ കർത്താവിനോടുള്ള കുറ്റങ്ങളില്ലയോ? ആകയാൽ ഞാൻ പറയുന്നത് കേൾപ്പിൻ. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന ബദ്ധന്മാരെ വിട്ടയപ്പിൻ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം നിങ്ങളുടെ മേലിരിക്കും. അപ്പോൾ യോഹനാന്റെ മകൻ അസറിയ, മെശില്ലേമോത്തിൻ്റെ മകൻ ബ്രക്രിയ, ശല്ലൂമിൻ്റെ മകൻ യഹസ്കിയ, ഹദ്രായിയുടെ മകൻ അമാസ എന്നിങ്ങനെ എഫ്രൈമ്യ തലവന്മാരിൽ ചിലർ യുദ്ധത്തിൽ നിന്ന് വന്നവരോട്, നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത്. നാം തന്നെ ദൈവത്തോട് അകൃത്യം ചെയ്തിരിക്കെ നമ്മുടെ പാപങ്ങളെയും അകൃത്യത്തെയും ഇനിയും വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ വിചാരിക്കുന്നു. നമുക്ക് വലിയൊരു അകൃത്യമുണ്ട്. ഉഗ്രകോപം ഇസ്രായേലിൽ മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാരും സർവ്വസഭയും കാണുക ആയുധപാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ചു. ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കുവാൻ അസൂർ രാജാക്കന്മാരുടെ അടുക്കൽ അയച്ചു.
ഏദോമ്യർ പിന്നെയും വന്ന് യഹൂദയെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഫെലിസ്ത്യരും താഴ്വീതിയിലും യഹൂദയുടെ തെക്കുമുള്ള പട്ടണങ്ങളെ ആക്രമിച്ചു. ബേത്ത്ശേമെശും അയ്യാലോനും ഗെദേരോത്തും സോഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിമ്നയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചു അവിടെ പാർത്തു. ഇസ്രായേൽ രാജാവായ ആഹാസ് യഹൂദയിൽ അകൃത്യം ചെയ്ത് ദൈവത്തോട് മഹാ പാപം ചെയ്തതിനാൽ അവൻ്റെ നിമിത്തം ദൈവം യഹൂദയെ താഴ്ത്തി. ആസൂർ രാജാവായ തിഗ്ലത്ത്-പിലേസർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പീഡിപ്പിച്ച് ഞെരുക്കി. ആഹാസ് ദൈവാലയത്തിൽ നിന്ന് രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും പിരിച്ചെടുത്ത് ആസൂർ രാജാവിന് കൊടുത്തു. എങ്കിലും അവന് സഹായം ഉണ്ടായില്ല. ആഹാസ് രാജാവ് തൻ്റെ കഷ്ടകാലത്തും ദൈവത്തോട് അധികം തെറ്റു ചെയ്തു. എങ്ങനെ എന്നാൽ 6 രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിക്കൊണ്ട് അവർ എന്നെയും സഹായിക്കുവാൻ ഞാൻ അവർക്ക് ബലി കഴിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെ തോൽപ്പിച്ച ദമസ്കോസിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അത് അവനും എല്ലാ ഇസ്രായേലിനും നാശകാരണമായി ഭവിച്ചു. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ചു ദൈവാലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. യെരൂശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. അന്യദേവന്മാർക്ക് ധൂപാർപ്പണത്തിന് അവൻ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ കോപിപ്പിച്ചു. അവൻ്റെ മറ്റുമുള്ള കാര്യങ്ങളും സകല പ്രവൃത്തികളും യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആഹാസ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ യെരൂശലേം നഗരത്തിൽ സംസ്കരിച്ചു. ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ല. അവൻ്റെ മകനായ ഹെസക്കിയ അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.